ഹലോ, ഗുഡ് മോർണിംഗ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ ദിവസം തുടങ്ങാനുള്ള എനർജിക്ക് ഇന്ന് പുട്ടും വെജിറ്റബിൾ കറിയായിരുന്നു. ഇന്ന് പോരാടാണ്. ഇന്ന് ചെയ്ത് തീർക്കാനുള്ള ഓരോ കാര്യങ്ങളും എഴുതി വയ്ക്കുകയാണ്. നമ്മുടെ ഓരോ ദിവസവും ഇങ്ങനെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ ലൈഫ് കുറച്ചുകൂടി ഈസിയാകും. എൻ്റെ ആദ്യത്തെ പ്ലാൻ ഫ്രിഡ്ജിൽ കുറച്ച് ഫിഷ് ഉണ്ടായിരുന്നത് ഇന്ന് തന്നെ തീർക്കണമെന്നാണ്. ഉത്രാടം മുതൽ ചതയം വരെ ഫുൾ വെജാണ് ഇവിടെ. സത്യം പറഞ്ഞാൽ ഫിഷിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും അമ്മ വയ്ക്കുന്ന മീൻ കറി ഭയങ്കര ഇഷ്ടമാണ്. ഫിഷ് ഫ്രൈ ആണ് കൂടുതൽ കഴിക്കാറ്. എന്നെപ്പോലെ ഫ്രൈ കൂടുതൽ ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടോ? കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം ഞാൻ വളരെ ഇൻട്രസ്റ്റോടു കൂടിയാണ് കുക്ക് ചെയ്യാറ്. പക്ഷേ ഫുൾ ടൈം ഒരു ദിവസം മുഴുവൻ കിച്ചണിൽ നിൽക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. എല്ലാ കാര്യങ്ങൾക്കും സമയം കണ്ടെത്തണമെങ്കിൽ നമ്മൾ ടൈം പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ സമയം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും. ഫിഷ് തീർക്കാൻ വേണ്ടി ഞാൻ നെത്തോലി വെച്ച് തന്നെ 2 റെസിപ്പിയാണെന്ന് ചെയ്യാൻ പോകുന്നത്. ഫ്രൈ എന്തായാലും ഉറപ്പാണ്. കൂടെ ഞാൻ ചിന്തിച്ചപ്പോൾ നെത്തോലി പീരയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും നമ്മളതിൻ്റെ ഇഷ്ടത്തോടു കൂടി ചെയ്താൽ ഏത് ജോലിയും നല്ല സുന്ദരമാക്കാൻ പറ്റും. എനിക്ക് ഫുഡിനോട് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ ഞാൻ എന്ത് വെക്കണം എന്ന് തോന്നിയാലും വേഗം വന്ന് ഉണ്ടാക്കും. ഉണ്ടാക്കിയത് എനിക്ക് സ്വയം കഴിക്കാൻ മാത്രമല്ല ഇഷ്ടം, എനിക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. കഴിച്ചിട്ട് അവരുടെ അഭിപ്രായം കേൾക്കാനും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂടെ ഉള്ളവരുടെയൊക്കെ ഞാൻ നിർബന്ധിച്ച് അഭിപ്രായം പറയിക്കും കേട്ടോ. എങ്ങനെയെങ്കിലും ജോലിയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഇത്രയും ആകാംക്ഷയോടെ അഭിപ്രായം കേൾക്കാൻ നിൽക്കാറില്ല. പക്ഷേ വല്ലാത്ത ഇഷ്ടത്തോടു കൂടി വളരെയധികം പ്രതീക്ഷയോടു കൂടി ചെയ്തിട്ട് അഭിപ്രായം കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇനിയിപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും എന്നെ ഞാൻ തന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ആദ്യം നമുക്ക് വേണ്ടത് സെൽഫ് മോട്ടിവേഷനാണല്ലോ. എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങളാണ്. ആര് സ്നേഹിച്ചില്ലെങ്കിലും നമ്മൾ തന്നെ നമ്മളെ സ്നേഹിക്കണം. ആര് നല്ലത് പറഞ്ഞില്ലെങ്കിലും നമ്മളെങ്കിലും നമ്മളെക്കുറിച്ച് നല്ലത് പറയണം. ഈ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് മോട്ടിവേഷനൊന്നും വെറും വാക്കുകളല്ല, ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളാണതൊക്കെ. എനിക്ക് സെൽഫ് ലവിന് സമയമായി. ഇതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ക്ഷീണിച്ചു. ഒരു സിമ്പിൾ സ്മൂത്തി ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. വളരെ സിമ്പിളാണ് കേട്ടോ. 3 ഡേറ്റ്സും കുറച്ച് പഴവും ഓട്സും പാലും കൂടി ഇട്ടാൽ നല്ല ഹെൽത്തി ഓട്സാണ്. പഞ്ചസാരയൊന്നും വേണ്ട. പാലിൻ്റെയും ഡേറ്റ്സിൻ്റെയൊക്കെ നല്ല നാച്ചുറൽ മധുരമുണ്ട്. പിന്നെ കുറച്ച് പീനട്ട് ബട്ടർ ഉണ്ടെങ്കിൽ അത്. എൻ്റെ അഹങ്കാരത്തിന് വേണ്ടി മാത്രം 2 ചോക്ലേറ്റ് പീസ് ഇട്ടെന്നേ ഉള്ളൂ. എന്തൊക്കെ ഡയറ്റ് പ്ലാൻ ചെയ്താലും ചോക്ലേറ്റ് മാത്രം എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല. പണ്ടൊക്കെ എപ്പോഴും എല്ലാത്തിനും നെഗറ്റീവ് മാത്രമായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുക. എല്ലാത്തിനും ഒരു പേടി, എന്ത് ചെയ്യാൻ പോകുമ്പോഴും ഒരു പേടി, ടെൻഷൻ എല്ലാം. അതെല്ലാം കൊണ്ട് എനിക്ക് നല്ലതൊന്നും സംഭവിച്ചിട്ടില്ല. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി, നെഗറ്റീവ് ചിന്തിച്ച് നടന്നാൽ നമ്മുടെ ലൈഫിൽ നെഗറ്റീവേ സംഭവിക്കുകയുള്ളൂ. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് കൊടുത്താൽ തന്നെ കുറേ ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ വരും. ഹിഡൻ ഇൻഗ്രീഡിയൻ്റായ സ്നേഹവും കൂടി അതിലുണ്ടായിരുന്നുകൊണ്ട് എല്ലാ കറികളും നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സെൽഫ് മോട്ടിവേഷൻ, അതാണ്. ആദ്യമൊക്കെ വിചാരിക്കുമായിരുന്നു ഇത്രയും നേരം പണിയെടുത്തതല്ലേ, ഇനി കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് ബാക്കി ക്ലീനിങ് ചെയ്യാമെന്ന്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. എല്ലാം ഒരുമിച്ച് തന്നെ അങ്ങ് തീർത്താൽ പിന്നെ നമുക്ക് കുറേ ഫ്രീ ടൈം കിട്ടും. കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരുങ്ങി ഒന്ന് പുറത്തേക്ക് പോകാനുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും മനസ്സിൽ മുഴുവൻ നാളത്തെ പ്ലാനിങ് ആണ് കേട്ടോ. നാളെ തൊട്ട് ഇനി ഫുൾ ബിസി ആയിരിക്കുമല്ലോ. ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം. നമ്മുടെ വീട്ടിലും നമ്മുടെ സ്വന്തം വീട്ടിലും എല്ലായിടത്തും പോയി സദ്യയൊക്കെ കഴിക്കണ്ടേ? ഓക്കെ ഓവർ തിങ്കിങ് ഒക്കെ ഒന്ന് മാറ്റി വെച്ച് ഓടിപ്പോയി അസ്തമിക്കാൻ പോകുന്ന സൂര്യനെ ഒന്ന് എത്തി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.